ഹായ് വ്യൂവേഴ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ഇത് വൈകിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. നമ്മൾ നാളത്തേക്ക് അരി അരച്ച് വെക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അതിനെ നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഉഴുന്നുവട തിന്നാനൊരു കൊതിയൊക്കെ വന്നപ്പം വിചാരിച്ച് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉഴുന്ന് രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ അരച്ചെടുക്കാൻ ഉഴുന്നിൻ്റെ കൂടെ കുറച്ചും കൂടെ ഉപ്പിട്ട് വെള്ളം ഒഴിക്കാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞങ്ങൾ 4 പേരിലുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉഴുന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പം 2-3 വീതം കഴിക്കത്തൊക്കെ വേണം, അങ്ങനെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ടല്ല, നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത്ര നന്നായിട്ടൊന്നുമില്ല. ഇത് അതുപോലെ പല ഷേപ്പൊക്കെ ആയിട്ട് വരുമായിരിക്കും. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അതേ ഷേപ്പിലൊന്നും കിട്ടത്തില്ലായിരിക്കും. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് ഉഴുന്നൊക്കെ ഇട്ട് അരച്ചെടുത്ത്. ഇതിപ്പം ക്യാമറ പിടിച്ച് തരുന്ന അങ്കിത്താണ് ക്യാമറാമാൻ ഇവിടുത്തെ. ഇപ്പം അത് സാറ്റർഡേയിലത്തെ വീഡിയോ ആണിത്, സാറ്റർഡേ വൈകുന്നേരത്തെയാണിത്. സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും ഉഴുന്നുവടയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചു. ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട്, പിന്നെ കൊച്ചുള്ളി പച്ചമുളകും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയൊക്കെ തീർന്നു പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ട് കറിവേപ്പിലയില്ല. ഇത്രയും ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ഉഴുന്നിനകത്തിട്ട് അരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്കിതിനെ രാത്രിയിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് സൺഡേ രാവിലെയാണിത്. അപ്പോൾ രാവിലത്തേക്ക് നോക്കിയപ്പോൾ മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ദോശമാവും പിന്നെ ഉഴുന്നുവടയുടെ മാവും ഒക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഉഴുന്നുവട മാവ് അങ്ങ് നല്ല സോഫ്റ്റായി, നമ്മൾ തൊടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ടങ്ങ് പറ്റി വരുന്ന രീതിയിൽ നല്ലോണം മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നുവടയുടെ ടേസ്റ്റ് കൂടും മാവ് നല്ലോണം പുളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇതിനെ ചുട്ടെടുക്കണം. അപ്പോൾ മാവ് നല്ലോണം ഒന്നുകൂടെ ഇളക്കി വെച്ച് നല്ലോണം കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം തൊട്ട് വേണം മാവ് എടുക്കാൻ, അപ്പം നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കത്തില്ല. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഷേപ്പൊക്കെ ആക്കി ചുട്ടെടുക്കാൻ നോക്കി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വിജയകരമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ തന്നെ വെച്ച് മാവെടുത്ത് റൗണ്ടാക്കി വെള്ളം തൊട്ട് ഹോളാക്കിയാണ് ഇട്ടത്. പക്ഷേ അത് എണ്ണയ്ക്കകത്തിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് വലുതാവുമല്ലോ, അപ്പം അതനുസരിച്ച് എന്തിട്ടേക്ക് ഹോളൊന്നും കാണാതെ ആയി. അപ്പം അതൊന്നും ശരിക്കും നമുക്ക് കടയിലെ ഷേപ്പൊന്നും ആയില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നുവടയുടെ ടേസ്റ്റൊക്കെ കിട്ടി നല്ലോണം. ഷേപ്പ് ഇപ്പം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കഴിച്ചാൽ പോരെ, മുറിച്ചല്ലേ കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ എന്നാലും കടയിലെ പെർഫെക്റ്റ് ഷേപ്പൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്തെടുത്ത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പ് പിന്നെ നമ്മൾ വേറൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി. രണ്ടാമത് പിന്നെ നമ്മൾ ചട്ടുകത്തിനകത്ത് വെള്ളം തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മാവ് വെച്ച് അതിനകത്ത് റൗണ്ടാക്കി എടുത്തു. പക്ഷേ ആദ്യത്തെ ഇടാൻ ഇത്തിരി പാടായിരുന്നു, അത് അങ്ങോട്ട് വീഴാൻ ഭയങ്കര താമസമായിരുന്നു. പിന്നെ സ്പൂണും കൊണ്ടൊക്കെ തട്ടിയിട്ട്. പിന്നെ രണ്ടാമത് വെച്ചപ്പോൾ കുറച്ചുകൂടെ നല്ലോണം വെള്ളം തേച്ചിട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് അത് മാവ് ഇളകി എണ്ണയ്ക്കകത്തോട്ട് വീണായിരുന്നു. അപ്പം എന്നാലും വീഴുന്നതനുസരിച്ച് വലിഞ്ഞു പോകുന്നതിൻ്റെ കൂട്ട് ചിലപ്പോൾ ഷേപ്പൊക്കെ വ്യത്യാസം വരും. ഇതാണെങ്കിൽ പെട്ടെന്ന് വീണ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചുട്ടെടുത്ത്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഷേപ്പിൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ അന്നേരം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നു ഷേപ്പ് വരുന്നത്. സാരമില്ല, നമുക്ക് ഷേപ്പ് എങ്ങനെ ആയാലും കഴിച്ചാൽ മതിയല്ലോ, ടേസ്റ്റ് മതിയല്ലോ നമുക്ക്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഇട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് വന്നു. അങ്ങനെ വട ഉണ്ടാക്കാൻ ഒരുവിധം പഠിച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും നല്ലോണം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഷേപ്പ് അത് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റ് നല്ലതായിരുന്നു, എല്ലാം പാകത്തിനൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ട്രിക്ക് കുറച്ച് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയാണോ ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാവുന്നത്? നല്ലോണം ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ. ഞാൻ ഇതുപോലെ ഇങ്ങനെ പഠിച്ച് വരിക. അപ്പം
എൻ്റെ ഉഴുന്നോടെ ഉണ്ടാക്കിയേക്കുന്ന ഷേപ്പ് കാണുമ്പോൾ അറിയാം ഉഴുന്നോടെ ഉണ്ടാക്കിയതിൻ്റെ ട്രാൻസ്ഫർമേഷൻ. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവെല്ലാം എന്തായാലും ഉഴുന്നോടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നോടെ ഒന്ന് നോക്കാം. ആദ്യത്തെയാണ് ഇതൊക്കെ. ആദ്യത്തേന് ഹോളൊന്നും ശരിക്കും വന്നില്ല, വീർത്ത് വരുമ്പോഴത്തേക്ക് ഹോളൊക്കെ അടഞ്ഞു പോകുമായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഷേപ്പ് വന്നു. ഉഴുന്നുവടയാണെന്നൊക്കെ കണ്ടാൽ പറയുന്ന പരുവത്തിലോട്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റും ഉഴുന്നുവട തന്നെയാണെന്ന്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴില്ലേ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാവുന്നത്. അപ്പം കഴിക്കാനൊക്കെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചായയിട്ട് സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം രാവിലെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ആർക്കും പോകണ്ടാത്തതുകൊണ്ട് എല്ലാവരും താമസിച്ചാണ് എണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമൊക്കെ ഒരു 10 മണിയായി കാണും. കണ്ടോ, ആദ്യത്തെ മുതൽ അവസാനം വരെയുള്ള എൻ്റെ ഉഴുന്നുവടയുടെ ട്രാൻസ്ഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ, അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രിക്കൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നന്നായിട്ട് വരും. അതിൻ്റെ ലാസ്റ്റിലത്തേക്ക് ഉഴുന്നുവടയുടെ ഷേപ്പ് എന്ന് പറയാനായിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷേ നല്ല ക്രിസ്പി ആയിരുന്നു, ടേസ്റ്റിയുമായിരുന്നു. അപ്പോൾ അങ്കിത്തിനും അബിക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു. അവർക്ക് നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ പിന്നെ ഇവിടെ നിന്നും കിട്ടൂലല്ലോ, അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം ഇഷ്ടപ്പെടും. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ വന്ന് ദോശ ചുടുന്ന. ഇനി ദോശയ്ക്ക് മാവൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. മാവ് നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ദോശയുടേതും. അങ്ങനെ നമുക്കിനി ദോശ ചുട്ടെടുക്കണം. ചമ്മന്തി തേങ്ങാ ചമ്മന്തി ആക്കിയിട്ടുണ്ട്, പിന്നെ വടയെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശകളും റെഡിയായി. ചമ്മന്തി എടുത്ത് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ അങ്കിത്തിനും അബിക്കൊക്കെ വിളമ്പി വെച്ചു. അവർ വന്നെടുത്തോണ്ട് വയ്ക്കോളും. അങ്കേ ബാ, ഇങ്ങോട്ട് നോക്കടാ. ഇത് വട കണ്ടതിൻ്റെ സന്തോഷമായിരിക്കും. അങ്ങനെ രണ്ടുപേരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കഴിക്കാൻ. അവരോട് ചോദിക്കുമായിരുന്നു വടയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ. അപ്പോൾ അങ്കിത്ത് കഴിച്ചിട്ട് പറയുന്നു നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സാധാരണ വല്ല നൂഡിൽസോ പാസ്തയോ അങ്ങനെയൊക്കെ ആക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് പ്രാവശ്യം. വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ദോശയും കൂടെ വെച്ച് അങ്ങനെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ. ഹബി അങ്ങ് ആസ്വദിച്ച് കഴിക്കുന്നു. സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.